VN പോററി. VN പോററി. ആരെ VN പോറ്റി? പറയില്ല. പറ. ഓ, എന്തിനാ ഞങ്ങളായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ആരായാലും അച്ഛനാന്നോ? പിന്നെ എന്തോത്തിനാ ചോദിക്കണേ? അങ്ങ് പോയാ പോരെ. മര്യാദയ്ക്ക് അടുക്കള തുറന്ന് കാപ്പിയിട്ട് നിന്റെ കൊച്ചമ്മയുടെ വായിക്കാത്ത ഒഴിച്ചോട്. അല്ലെ കൊച്ചമ്മ കരയും. മുഖത്തോട് മുഖം നോക്കിയാ കടിച്ചു കീറാൻ നിൽക്കുന്ന ഇവരെ ഞാൻ തമ്മിൽ അടുപ്പിച്ചത്രേ. അതൊക്കെ നേരത്തെ കുടുംബക്കാരുടെ രക്തത്തിലുള്ളതാ. അക്കൂട്ടത്തിൽ നിങ്ങൾക്കെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാൻ തെറ്റ്. എനിക്ക് എന്റെ അപ്പച്ചനെ കാണണം. എനിക്ക് എന്റെ അപ്പച്ചനെ കാണണം. നാട്ടുകാരെ വിളിച്ചു കൂട്ടി മദ്യോ സദ്യോ എന്ത് വേണേലും അയക്കോ. വേണമെങ്കിൽ കുറെ ചെറുപ്പക്കാരെ കൂടി വിളിച്ചോ. നിൽക്കുമല്ലേ പ്രായം കഴിഞ്ഞ് രണ്ടെണ്ണം. കണ്ണട വെച്ചപ്പോ കണ്ണ് കാണാൻ പറ്റുന്നില്ല. അതൊക്കെ തോന്നല. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. നടന്നാട്ടെ. ഞാൻ പഠിച്ച നിയമത്തിന് അർത്ഥമുണ്ടെങ്കിൽ, ഞാൻ ചൊരിഞ്ഞ കണ്ണുനീരിന് വിലയുണ്ടെങ്കിൽ, എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്ന നിങ്ങളുടെ ഭർത്താവിന്റെ കഴുത്തിൽ കൊല കയറിയിട്ടില്ലെങ്കിൽ എന്റെ പേര് അഡ്വക്കേറ്റ് രാജു ഉണ്ണികൃഷ്ണൻ. ഇയാള് രക്ഷപ്പെടുന്ന ഇത്ര വാശി എനിക്കറിയാം. നീ ആ വിൽപത്രം കണ്ട് വീണുപോയി കാണും. എനിക്ക് അയാളുടെ പണം സ്വത്തൊന്നും വേണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും ഇയാളെ രക്ഷപ്പെടുത്താൻ ഞാൻ കൂട്ടി. വെറുതെ വായിട്ട് അലച്ചോണ്ടിരുന്ന എങ്ങനെയാ കീറാണ്ടിരിക്കുക? പണി എടുക്കാമെന്നാ പണി എടുക്കണം. അല്ലാതെ അതും ഇതും പറഞ്ഞ് നേരം കളയില്ല വേണ്ടത്. പയ്യക്ക് വരണ്ടാന്നേ. எங்க அப்பா ரொம்ப கெட்டிக்காரரு. அவ்வளவு சீக்கிரத்துல ஒத்துக்கிட்டையும் பழக மாட்டாரு. ஒராள் மூஞ்ச பார்த்தா அவர் நல்லவரா கெட்டவரான்னு கரெக்டா சொல்லு. പറയട്ടെ, ഒരു കളിപ്പാട്ടം പോലെ ഒരാള് എനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്നതാണമ്മേ. അവരതിനെ വയറ്റി വെച്ച് തന്നെ കൊന്നു. പിന്നീട് ഞാൻ ഒന്നും ഓർത്തില്ല. കയ്യിൽ കിട്ടി കൊടുവാൾ എടുത്ത് വെട്ടി. കോളിംഗ് ബെൽ വീട്ടിനകത്തല്ല വെക്കുന്നത്, പുറത്താ. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. പുലി കിടന്ന മടയിൽ കടുവയുടെയും കാര്യമൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ പേരാ ചോദിച്ചു. അയ്യോ, പിരിവാരാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല. അമ്മ പിരിവാരല്ല, ശ്രീനിവാസൻ. അയ്യോ, ഞാനല്ല. നിങ്ങളല്ല, ശ്രീനിവാസൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തോമയില്ലാകത്ത് പേരിട്ട് ചൂടാകാതെ കുഞ്ഞാമതേ. നമസ്കാരമുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ഒത്തിരി പേരുണ്ടല്ലോ. ഞാനേ തുളസി. കർത്താവിന് പോലും എന്നോട് സഹതാപമേ ഉള്ളൂ, സ്നേഹമില്ല. എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ഇന്നലെ അമ്മയും ഗോപാലേട്ടനും തമ്മില് എന്തെങ്കിലും രസക്കുറവുണ്ടായോ? ഏയ്, ഇന്നലെ ഞങ്ങള് പോയപ്പോ കണ്ട ആളല്ല വന്നപ്പോ.